ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേകത, ഇവർക്ക് രണ്ടുപേർക്കും നല്ല വാക്ചാതുര്യമുണ്ട്, കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള കഴിവുണ്ട്, തന്ത്രമറിയാം, പിന്നെ ഏതിടത്തും എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള മാനസിക ശക്തിയും. സിബിനും പൂജാകൃഷ്ണയുമായിരുന്നു അവിടുത്തെ ടോപ്പ് പ്ലെയേഴ്സ്. പക്ഷെ പൂജാകൃഷ്ണ ഇന്ന് ഹോസ്പിറ്റലൈസ് ആയി. ഹലോ, ബിഗ് ബോസ് സീസൺ 6 സൺഡേ എപ്പിസോഡ്, ലാലേട്ടൻ വന്ന സൺഡേ എപ്പിസോഡിന്റെയും ഇന്നത്തെ ലൈവിന്റെയും 22 ഏപ്രിലെ ലൈവിന്റെ ഒരു അനാലിസിസ് ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ലൈവിന്റെ അനാലിസിസ് ചെയ്യാൻ ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്, അത് ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം സൺഡേ എപ്പിസോഡിന്റെ കാര്യം. സൺഡേ എപ്പിസോഡിൽ ലാലേട്ടന്റെ വേട്ടമൃഗം ജിൻഡോയും ജാസ്മിനുമായിരുന്നു. ജാസ്മിന്റെ ഇഷ്യൂ നമുക്കറിയാവുന്നതാണ്, ജാസ്മിന്റെ ഹൈജീൻ ഇഷ്യൂ. അപ്പോൾ ജാസ്മിന്റെ ഹൈജീൻ ഇഷ്യൂ പറഞ്ഞപ്പോൾ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നു, അതിനുശേഷം അതേ കാലോടുകൂടി കാൽ കഴുകുകയോ വൃത്തിയാക്കുകയോ ചെയ്യാതെ അതേ കാലോടുകൂടി ബെഡിൽ കയറിയിരിക്കുന്നു, ദെൻ സോഫയിൽ കയറിയിരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജാസ്മിൻ ന്യായമായിട്ട് ജിൻഡോയ്ക്കെതിരെ പറഞ്ഞ ജിൻഡോ കുടിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പി ബാത്റൂമിൽ കൊണ്ടുപോകുന്നു എന്ന കാര്യമാണ്. പക്ഷേ അക്കാര്യം പറയുമ്പോൾ ജിൻഡോ മാത്രം പേഴ്സണലി പ്രൈവറ്റായി ഉപയോഗിക്കുന്ന കുപ്പിയാണ്, അത് ബാത്റൂമിലോ എവിടെയോ അയാൾ കൊണ്ടുപോയിക്കോട്ടെ, അതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം അത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമല്ല. അയാളെ കുപ്പി ഹൈജീനായിട്ട് ക്ലീനായിട്ട് വെക്കുന്നില്ല എങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാണ്. പക്ഷേ ജാസ്മിൻ ചെയ്യുന്ന കാര്യം ഒരു പബ്ലിക്കിനെ ബാധിക്കുന്ന, മറ്റുള്ളവരെയും ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഈ ചെരുപ്പിടാതെ പോയിട്ട് അതേ ജേംസോട് കൂടി ആ കാലോട് കൂടി വന്നിരിക്കുമ്പോൾ അതേ ജേംസും അഴുക്കും മറ്റുള്ളവരുടെ ദേഹത്തേക്കും പടരും. അതേസമയം ബോട്ടിൽ കൊണ്ടുപോയി അയാൾ വെള്ളം കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്താലും അത് മറ്റുള്ളവരെ ബാധിക്കില്ല എന്നാണ് സത്യം. എന്തായാലും ഹൈജീനിന്റെ കാര്യം പറഞ്ഞു, അത് എൻ്റെ കംഫർട്ടാണെന്നാണ് ജാസ്മിൻ പറയുന്നത്. അതിന് ലാലേട്ടൻ വേണ്ട രീതിയിൽ മറുപടിയും കൊടുത്തു, നല്ല രീതിയിൽ വഴക്കും പറഞ്ഞു. പിന്നെ ജാസ്മിന് ചെരുപ്പം വാങ്ങിക്കൊടുത്തു. ജാസ്മിൻ പറയുന്ന എക്സ്ക്യൂസ് ആണ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ജാസ്മിൻ പറയുന്ന കാലെല്ലാം പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ചെരുപ്പിടാനേ പറ്റില്ലെന്നാണ്. നോറയ്ക്കാണെങ്കിൽ ആകെ പൊട്ടി ആകെ നാശമായിരിക്കുക എന്നാണ് നോറയും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പുകൾ ഉണ്ടാവേണ്ടതാണ്, അത്തരം ചെരുപ്പുകൾ ഉപയോഗിക്കേണ്ടതുമാണ്. കാരണം ഇത് അവരുടെ വീടല്ല, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇവിടെ മറ്റുള്ളവരുമുണ്ട്, മറ്റുള്ള മത്സരാർത്ഥികളുമുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാനും സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്, ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അവർ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വയ്ക്കുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ പറ്റി നമുക്കറിയാം. ജിൻഡോയുടെ ക്യാപ്റ്റൻസി വളരെ കുളമായിരുന്നു. ഒരു കുടുംബം കുളം തോണ്ടിയ അവസ്ഥയിലാണ് ജിൻഡോ അവിടെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലപാടുകളായിരുന്നു കക്ഷി. അതായത് അദ്ദേഹം ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ്, അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവർ ചെയ്യുന്ന കുറ്റങ്ങൾ താൻ കണ്ടില്ല എന്ന് വെക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് ജയിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ്. അത് തന്നെയാണ് ജിൻഡോ ഫോളോ ചെയ്തത്. ഒരാൾ ലീഡർ ആയി കഴിഞ്ഞാൽ, ഒരാൾ നേതാവായി കഴിഞ്ഞാൽ, ഒരാൾ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ, ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ, മിനിമം പ്രവർത്തന രീതി അയാൾക്ക് ഇല്ലായിരുന്നു. അയാൾ നേതാവായതിനു ശേഷം എല്ലാവരെയും ഒരുപോലെ കാണുക, ഇമ്പാർഷ്യലായിട്ട് പെരുമാറുക എന്നതൊരു മിനിമം റിക്വയർമെന്റ് ആണ്, മിനിമമായിട്ട് അയാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഗബ്രിയെയും സംഘത്തെയും ഡെൻ ടീം പ്ലസ് ജാസ്മിനെ ആ ഡെൻ റൂമിലിട്ട് അടച്ചപ്പോൾ ഗബ്രി ഇയാളോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. അപ്പോൾ അയാൾ പറഞ്ഞത് നീ എനിക്ക് വോട്ട് ചെയ്തു എന്നാണ് ചോദിച്ചത്. പക്ഷെ അതിന് ശേഷം അത് സംഭാഷണം വന്നപ്പോൾ, അതേ കാര്യം വന്നപ്പോൾ ജിൻഡോ അതിനെ വളച്ചൊടിച്ചു. ജിൻഡോ പറഞ്ഞു ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങളെ സഹായിക്കാനാണ് ഗബ്രി പറഞ്ഞത്. അപ്പോഴാണ് അയാൾ തിരിച്ചു ചോദിച്ചത് നീ എനിക്ക് വോട്ട് ചെയ്തു എന്ന്. അങ്ങനെയല്ലായിരുന്നു സംഭവം. ഗബ്രി അയാളോട് വോട്ടിന്റെ കാര്യമേ പറഞ്ഞില്ല, നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്റ്റനാണ്, ഞങ്ങളെ സഹായിക്കാനാണ് പറഞ്ഞത്. എന്തായാലും ഇന്നലെ ലാലേട്ടന് മുമ്പിൽ ഈ കേസ് വന്നപ്പോൾ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു വളരെയധികം തെറി വിളിച്ചു, അനാവശ്യമൊക്കെ പറഞ്ഞു എന്ന്. അവിടെ തെറിവിളിയൊന്നും നടന്നിട്ടില്ല. ഗബ്രി അങ്ങനെ തെറി വിളിച്ചിട്ടൊന്നുമില്ല. ഗബ്രി പറഞ്ഞത് പവർ ടീമിന് മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കാനാണ്. ആ കുനിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഉടൻ തന്നെ അയാൾ തിരുത്തി കുമ്പിട്ട് നിൽക്കുക എന്നാക്കി. എന്തായാലും കുനിഞ്ഞു നിൽക്കലിൽ പിടിച്ചാണ് ജിൻഡോ പിന്നെ കളിച്ചത്. അപ്പോൾ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ പറ്റി, ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്ത ശ്രീരേഖയ്ക്ക് പോലും മതിപ്പില്ലായിരുന്നു, വോട്ട് കൊടുത്തവർക്ക് ആർക്കും മതിപ്പില്ലായിരുന്നു. അയാൾ പവർ ടീമിന്റെ കയ്യിലെ കളിപ്പാവ ആയിരുന്നു എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിന് ശേഷം, ശനിയാഴ്ച സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി, സിബിന് വേണ്ട വാണിംഗ് കൊടുത്തു. സിബിനാണ് ജിൻഡോയെ കൊണ്ട് കളിപ്പിക്കുന്നത്, ജിൻഡോയെ ഒരു കളിപ്പാവയായിട്ട് കളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം സിബിൻ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ സിബിന്റെ കയ്യിൽ, അല്ലെങ്കിൽ പവർ ടീമിന്റെ കയ്യിലെ കളിപ്പാവയായ ജിൻഡോയ്ക്ക് ഒരു പപ്പറ്റും കൊടുത്തു. അപ്പോൾ ഈ സിബിന്റെ കേസിലാണ് ഞാൻ ഇന്നത്തെ ലൈവിനെ കൂടെ അനാലിസിസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം ഇന്നത്തെ ലൈവിൽ കുറച്ചധികം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സിബിൻ സാറ്റർഡേ മുതൽ ഡൗൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാറ്റർഡേ അദ്ദേഹത്തിന്റെ കള്ളി വെളിച്ചത്തായി എന്നറിഞ്ഞപ്പോൾ മുതൽ സിബിൻ ഡൗൺ ആണ്. അദ്ദേഹത്തിന്റെ കളികൾ ബിഗ് ബോസ് പരസ്യമാക്കിയത് മുതൽ സിബിൻ ഡൗൺ ആണ്.
സിബിനായിരുന്നു എല്ലാവരെയും നിയന്ത്രിച്ചിരുന്നത്, രാജാവെന്ന പോലെ അവിടെ അവിടെ അടക്കിവാണതും. പവർ ടീമിനെ ഫുൾ തന്റെ കൈവെള്ളയിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു സിബിൻ. ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ ഇനി എങ്ങനെ കളിയാവും എന്നായിരുന്നു ഞാൻ ഉറ്റുനോക്കിയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും സിബിൻ ഡൗൺ ആയി. അതിനു മുമ്പ് തന്നെ സിബിൻ ജാസ്മിനെതിരെ ആ മിഡിൽ ഫിംഗർ കാണിച്ചതിന് ശേഷം സിബിൻ പറഞ്ഞത് ഇനി അവളെ ഞാൻ പുറത്താക്കും, ഇനി അവളുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം പോലും വാങ്ങി കുടിക്കില്ല, ഇനി അവൾ തരുന്ന ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെയാണ്. അതായത് അവിടെയും കുറ്റം ചെയ്ത് ജാസ്മിൻ എന്നുള്ള രീതിയിലാണ് സിബിൻ പെരുമാറിയത്. എന്നാൽ സത്യത്തിൽ സിബിനായിരുന്നു അന്ന് മിഡിൽ ഫിംഗർ കാണിച്ചത്. അതിന് ശിക്ഷ കിട്ടേണ്ടത് സിബിന് തന്നെയായിരുന്നു. അപ്പോൾ അവിടെയും ഒരു വളച്ചൊടിക്കൽ ശ്രമം സിബിൻ നടത്തിയിരുന്നു. പക്ഷെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, കാണുന്നവർക്കെല്ലാം. അപ്പോൾ എന്തായാലും സാറ്റർഡേ മുതൽ സിബിൻ ഡൗൺ ആണ്. അപ്പോൾ ഇന്നലെയും സിബിൻ ഡൗൺ ആയിരുന്നു. ഇന്ന് വന്നപ്പോൾ സിബിൻ ടോട്ടലി ഡൗൺ ആയി. സിബിൻ കരുതിയിരുന്നത് ഇന്നലത്തെ ഉറക്കത്തിന് ശേഷം അത് ശരിയാവുമെന്നാണ്. പക്ഷേ മെന്റലി കംപ്ലീറ്റ്ലി ഡൗൺ ആയി. ഇന്ന് ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. രാവിലെ മുതൽ തന്നെ എല്ലാത്തിൽ നിന്നും മാറിയിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ലഞ്ചും കഴിച്ചില്ല. സിബിൻ പറയുന്നത് തനിക്ക് മുൻപ് ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്. മുൻപ് 1 വർഷത്തോളം താൻ ഡിപ്രഷനിലായിരുന്നു. അതിൽ നിന്ന് റിക്കവറായി വന്ന ആളാണ്. ഇപ്പോൾ വീണ്ടും അതേ നിലയിലേക്ക് പോകുമോ എന്ന പേടിയിലാണ് സിബിൻ. തീർച്ചയായും ഇങ്ങനൊരു കണ്ടീഷനിൽ, ഇങ്ങനൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാകാവുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള സ്ട്രെസ് വരാവുന്നതാണ്. അത്രയും മനഃശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. സിബിൻ വന്ന് കയറിയത് ജാസ്മിൻ ഗബ്രി ദ്വയത്തെ തകർക്കാൻ വേണ്ടിയായിരുന്നു. അവർക്കെതിരെയാണ് പൊതുസമൂഹം അല്ലെങ്കിൽ ഇതിലെ കാഴ്ചക്കാരിൽ ഭൂരിഭാഗവും നിലനിൽക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് അവർക്കെതിരെയുള്ള ഗെയിം പ്ലാനുമായിട്ടാണ് വന്നു കയറിയത് സിബിൻ. അതിനെയാണ് ബിഗ് ബോസ് തകർത്തത്. അത് ബിഗ് ബോസിന്റെ കളിയായിരുന്നു. ആ തകർത്തതിന് ശേഷമാണ് സിബിനും ഡൗൺ ആയത്. അപ്പോൾ സിബിന്റെ അവനാഴിയിലെ ആയുധങ്ങളായിരുന്നു ഗബ്രിക്കും ജാസ്മിനുമെതിരെ കരുതി വെച്ചിരുന്നത്. പക്ഷെ അത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമോട് കൂടി തകർന്നു. അതുകൊണ്ടാണോ എന്തോ സിബിൻ മാനസികമായി വളരെ ഡൗൺ ആയ കണ്ടീഷനിലാണ്. ഒരു ഗെയിമും താൻ കളിക്കില്ല, ഒരു ആക്ടിവിറ്റിയും ചെയ്യില്ല, ഭക്ഷണം പോലും വേണ്ട എന്ന രീതിയിലാണ് സിബിൻ ഇന്ന് നിൽക്കുന്നത്. ശ്രീതു വളരെയധികം പോയി റിക്വസ്റ്റ് ചെയ്തു. ശ്രീതുവിന് ഇന്ന് ക്യാപ്റ്റൻസി കൈമാറി ജിൻഡോ. അതിനുശേഷം ശ്രീതു പോയി വളരെയധികം റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ പോലും സിബിൻ റെഡിയല്ല. സിബിൻ ഡയറക്റ്റ് നോമിനേഷനിലാണ്. അപ്പോൾ സിബിൻ പറയുന്നത് തനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നാണ്. ഈ വൈൽഡ് കാർഡ് എൻട്രീസിൽ വളരെ ശക്തരായ 2 കാൻഡിഡേറ്റ്സ് ആയിരുന്നു സിബിനും പൂജയും. പിന്നെ ശക്തരെന്ന് നമ്മൾ കരുതിയിരുന്നതാണ് അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് കെ, സീക്രട്ട് ഏജന്റ്. ഇവരിൽ അഭിഷേക് ശ്രീകുമാറും അഭിഷേക് കെയും ആദ്യത്തെ 2 ദിവസത്തെ ആരംഭ ശൂരത്വത്തിന് ശേഷം നോർമലായി. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഡീസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കക്ഷി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളോ ഗെയിംസോ ഇല്ല. അതുകൊണ്ട് തന്നെ അത്ര വിസിബിൾ അല്ല അഭിഷേക് ശ്രീകുമാർ. അഭിഷേക് കെ ആണെങ്കിൽ നന്ദനയുടെ പുറകെയാണ്. എന്തൊക്കെയോ പറഞ്ഞ് നന്ദനയായിട്ട് വഴക്കുണ്ടാക്കലാണ് കക്ഷിയുടെ പ്രധാന ഹോബി, അതല്ലെങ്കിൽ പ്രധാന കോണ്ടന്റ്. മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കാനോ മറ്റുള്ളവരുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെടാനോ ഉള്ള കരുത്തോ മാനസിക ശേഷിയോ അഭിഷേക് കേക്കില്ല. പിന്നെ മൂന്നാമത്തെ സീക്രട്ട് ഏജന്റ് ബോംബും വടിവാളും തോക്കും ഒക്കെ ആയിട്ട് പവനായി ആയിട്ട് പോയതാണ്. പിന്നെയാണ് മനസ്സിലായത് പവനായി ശവമായി എന്ന്. സീക്രട്ട് ഏജന്റ് ഇപ്പോഴും പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിക്കുന്നില്ല. സീക്രട്ട് ഏജന്റ് എന്തൊക്കെ വലിയ അനാലിസിസ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ പലതും പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സീക്രട്ട് ഏജന്റ് ഗെയിം ഒന്നും കാണാനില്ല. സിബിൻ വന്നത് മറ്റൊരു അഖിൽ മാരാറോ മറ്റൊരു സാബുമോനോ ഒക്കെ ആവാനായിട്ട് വേണ്ടിയായിരുന്നു. ആ രീതിയിലുള്ള ഗെയിമായിരുന്നു കക്ഷി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ തകർച്ച വന്നത് ഈ ബിഗ് ബോസിന്റെ ഇടപെടലിന് ശേഷമാണ്. നന്ദനയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നന്ദന കാര്യങ്ങൾ പലതും കേൾക്കാതെ എടുത്തടിച്ച് മറുപടി പറയുക, വെറുതെ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുക. അതിൽ കവിഞ്ഞൊന്നും നന്ദന ചെയ്യുന്നില്ല. നന്ദന ഒരു ബിഗ് ബോസ് വിന്നർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നുള്ളത് പൂജാകൃഷ്ണയാണ്. പൂജാകൃഷ്ണയ്ക്ക് നല്ല പൊട്ടൻഷ്യൽ, നല്ല കാലിബർ ഉള്ള ഒരു ഗെയിമർ ആയിരുന്നു. പൂജാകൃഷ്ണ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആദ്യത്തെ 1-2 ആഴ്ചയിലെ കളി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത്. സിബിനും പൂജാകൃഷ്ണയുമായിരുന്നു അവിടുത്തെ ടോപ്പ് പ്ലെയേഴ്സ്. പക്ഷെ പൂജാകൃഷ്ണ ഇന്ന് ഹോസ്പിറ്റലൈസ് ആയിരിക്കുകയാണ്. പൂജാകൃഷ്ണയ്ക്ക് ഡിസ്കിൻ ഇഷ്യൂ ആയിട്ട് ഇന്ന് ഹോസ്പിറ്റലൈസ് ആയി. ചിലപ്പോൾ മാത്രമേ പൂജാകൃഷ്ണ ഗെയിമിലേക്ക് മടങ്ങി വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ഒരു പ്രധാന പ്ലെയറായ പൂജാകൃഷ്ണയെ ഔട്ടായിരിക്കുന്നു. അപ്പോൾ അതിന് പകരം പൂജാകൃഷ്ണയും സിബിനും പവർ ടീമിൽ നിന്ന് പോയതുകൊണ്ട് അതിന് പകരം പവർ ടീമിലേക്ക് ഒരാളെ ചേർക്കാൻ ബിഗ് ബോസ് അനുമതി കൊടുത്തു. അത് ഗബ്രിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗബ്രിയും പവർ ടീമിലാണ്. എന്തായാലും ജാസ്മിൻ ഗബ്രി ടീമിനെ തകർക്കാൻ വന്ന പലരും ഇപ്പോൾ പല വഴിക്കായി, പലരും വീക്കായി. സത്യത്തിൽ
ഇത് നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നഷ്ടമാണ്. കാരണം ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നതിന് മുമ്പ് ജാസ്മിനും ഗബ്രിയായിരുന്നു കംപ്ലീറ്റ് ബിഗ് ബോസ് ഗെയിമിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവർക്കെതിരെ കളിക്കാനുള്ള കരുത്തോ ശേഷിയോ ബാക്കി ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേകത, ഇവർക്ക് രണ്ടുപേർക്കും നല്ല വാക്ചാതുര്യമുണ്ട്, കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള കഴിവുണ്ട്, തന്ത്രമറിയാം, പിന്നെ ഏതിടത്തും എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള മാനസിക ശക്തിയുമുണ്ട്. അതുമാത്രമല്ല, ഇവർ രണ്ടും ചേർന്നാണ് കളിക്കുന്നത്, ഇവർ രണ്ടും ചേർന്നാണ് മറ്റുള്ളവർക്കെതിരെയുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നതിന് മുമ്പ് അതായിരുന്നു സ്ഥിതി. അവർ മാത്രമായിരുന്നു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് തന്നെ ശ്രീരേഖ, അൻസിബ ഇവരൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഇവർ പറയുന്ന കാര്യം അത് തന്നെയായിരുന്നു. ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷമാണ് ഈ ബിഗ് ബോസ് ഗെയിം ഉണർന്നത്. അതല്ലെങ്കിൽ ഈ ജാസ്മിൻ ഗബ്രി ദ്വയമായിരുന്നു എല്ലാ കാര്യങ്ങളിലും മേൽക്കോയ്മ നേടിയിരുന്നത്. അപ്പോൾ ഈ ദ്വയത്തെ തകർക്കാൻ വന്നവരിൽ രണ്ടുപേർ, അതായത് തകർക്കുമെന്നും മുന്നോട്ട് പോകുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ ഗെയിമിൽ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നത്, അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് വിടവാങ്ങുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരാൾ ഫിസിക്കൽ ഇഷ്യൂ കൊണ്ടാണ്, അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ സിബിൻ നമ്മൾ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് ആദ്യത്തെ 1-2 എപ്പിസോഡിലും ആദ്യത്തെ 1-2 ഗെയിംസിലും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ കരുതിയത്. പക്ഷേ സിബിനും ഇപ്പോൾ വീക്കായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇനി ജാസ്മിൻ ഗബ്രി ടീമിൻ്റെ മൊണോപ്പൊളി കുത്തകയായിരിക്കും വരാൻ പോകുന്നത്. അതിനെ തകർക്കാൻ പറ്റുന്ന കാലിബറുള്ള ഒരാളെയും ഞാൻ ഇപ്പോൾ ഹൗസിൽ കാണുന്നില്ല. നിങ്ങൾ എടുത്തു നോക്കൂ, അർജുൻ, ശരണ്യ, അപ്സര, ശ്രീതു, ആർക്കാണ് ഈ രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നത്? രശ്മിന് പിന്നെയും കാലിബർ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ രശ്മിന് പോലും ഇവരുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജിയെ മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്സരയ്ക്ക് ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷെ അപ്സരയെയും ഇവർ തന്നെ പല രീതിയിൽ വളച്ച് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അപ്സരയുടെ ഗെയിമിനെ മറികടക്കാനും സാധ്യത കൂടുതലാണ്. അതും അടുത്ത ആഴ്ച, ഇന്നലെ അൻസിബ അല്ലെങ്കിൽ ശ്രീരേഖ എവിക്റ്റ് ആവുമെന്നാണ് നമ്മൾ കരുതിയത്. അപ്പോൾ അവർ രണ്ടുപേരും ആരും എവിക്റ്റ് ആയില്ല. അടുത്ത ആഴ്ച ചിലപ്പോൾ അൻസിബ, ശ്രീരേഖ, ശരണ്യ ഇവർ 3 പേരും ഒരാൾ എവിക്റ്റ് ആവുമെന്നാണ് ഞാൻ കരുതിയത്. അടുത്ത ആഴ്ച അൻസിബ എവിക്റ്റ് ആവാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ശ്രീരേഖയും ശരണ്യയും ഇപ്പോൾ പവർ ടീമിലാണ്, അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അൻസിബയും പിന്നെ സിബിന് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആരും വോട്ട് ചെയ്തില്ലെങ്കിൽ സിബിനും ഔട്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സിബിൻ മാനസികമായി വളരെ തകർന്ന നിലയിലാണ് ഇപ്പോൾ. അയാൾ വളരെ ടെൻസ്ഡ് ആണ്. അയാൾക്ക് ഇനിയൊരു ഗെയിമിനുള്ള ശക്തിയില്ല അല്ലെങ്കിൽ എനർജി ഇല്ല എന്നുള്ള രീതിയിലാണ് സിബിൻ ഇപ്പോൾ പെരുമാറുന്നത്. ഇതിനു വേണ്ടി തകരാൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സിബിനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. കാരണം അകത്തുള്ളവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സിബിനും പൂജയും പോകുന്നതോടെ, ബിഗ് ബോസ് ഹൗസ് ഇല്ലാതാകുന്നതോടെ നമുക്ക് നല്ലൊരു ഗെയിം കാണാനുള്ള ചാൻസ് നഷ്ടമാകുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. കാരണം പിന്നെ ഈ ജാസ്മിൻ ഗബ്രി ദ്വയം തീരുമാനിക്കുന്ന രീതിയിലൂടെ ഗെയിമുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നതിൽ അർത്ഥമില്ല. ഒപ്പോണൻസും അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ആ ഗെയിം കാണാൻ രസമുള്ളൂ. സിബിൻ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ, അയാളുടെ ഗെയിംസ്, അയാൾ ജിൻഡോയെ കൊണ്ട് കളിപ്പിക്കുന്നതും അയാൾ പവർ ടീമിൽ മൊണോപ്പൊളി നേടുന്നതും പവർ ടീമിന്റെ കുത്തകാവകാശം നേടുന്നതും മറ്റുള്ളവർക്കെതിരെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതും എല്ലാം മറ്റുള്ളവരും കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ട് അയാൾക്ക് നഷ്ടമുണ്ടാകേണ്ട കാര്യമില്ല. കാരണം അയാൾ വന്നതും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കളികൾ എങ്ങനെയാണെന്നും ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. അയാൾ പുറത്തു നിന്നെല്ലാം വീക്ഷിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ഗെയിമിനെ പറ്റി ബിഗ് ബോസ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ ഇത്രയും മറിയിടാവേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല. ആ പറഞ്ഞു കൊടുത്തത് ബിഗ് ബോസ് ഈക്വൽ ആക്കാനാണ്, എല്ലാവരെയും തുല്യരാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവർക്ക് അവരുടെ ഗെയിം അറിയാം. ഈ വൈൽഡ് കാർഡായിട്ട് വന്നവർക്ക് ഉള്ളിലിരിക്കുന്നവരുടെ ഗെയിം കൃത്യമായിട്ട് അറിയാം. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ പുറത്തുനിന്ന് വന്നവരുടെ ഗെയിമിനെ പറ്റി മറ്റുള്ളവർക്ക് വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ചെറിയൊരു സൂചന കൊടുക്കാൻ വേണ്ടിയായിരിക്കണം സിബിൻ ചെയ്ത കാര്യങ്ങൾ ബിഗ് ബോസ് ക്ലിയർ ആയിട്ട് വിളിച്ചു പറഞ്ഞത്. അത് സിബിൻ ഷോക്കായി എന്ന് വേണം കരുതാൻ. തൻ്റെ ഐഡന്റിറ്റി വെളിവായതോ തൻ്റെ തന്ത്രങ്ങൾ വെളിവായതോ അയാളെ പിന്നോട്ടടിച്ചു എന്ന് കരുതാം. എന്തായാലും ജബ്രി ടീമിനെ തകർക്കും എന്ന് നമ്മൾ കരുതിയിരുന്ന 2 പേരും ഇപ്പോൾ ഡൗൺ ആയിരിക്കുകയാണ്. സിബിൻ മിക്കവാറും അടുത്ത ആഴ്ച പുറത്തു പോകും. പൂജാ കൃഷ്ണ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവരിൽ എനിക്ക് ഈ ഗബ്രി ജാസ്മിൻ ദ്വയത്തെ നേടാൻ തക്ക കാലിബർ ഉള്ളതായിട്ട് ആരെയും തോന്നുന്നില്ല. ഇനി ഗെയിം എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.